ഈശോയ്ക്ക് മാതാവിന് 1000 നന്ദി. എൻ്റെ പേര് ദിവ്യ, ഇതെൻ്റെ ഹസ്ബൻഡ് ജോർജ്, മോള് എലീസ. ഞങ്ങൾ UK കെൻഡിൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2018 ഡിസംബറിലാണ്. പക്ഷേ അതെനിക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഞങ്ങൾ 2022 ആണ് ഉടമ്പടി എടുക്കുന്നത്. അതിനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിലായിരുന്നു, ഞാൻ നാട്ടിലും. അപ്പം ഞങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. അപ്പം ഞങ്ങൾ ഒത്തിരി മാതാവിന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം IELTS എഴുതാമെന്ന്. അങ്ങനെ അദ്ദേഹം കുവൈറ്റിൽ IELTS എഴുതി. അപ്പോൾ അതിനു വേണ്ടി പോയപ്പോഴാണ് അദ്ദേഹം ഉടമ്പടി വസ്തുക്കളായ ഉപ്പാണ് കഴിച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് അദ്ദേഹം IELTS പാസ്സാക്കുകയും പിന്നെ അതിനുള്ള പ്രോസസ്സിങ് നടന്നതെല്ലാം എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ആയിരുന്നു. അങ്ങനെ അദ്ദേഹം 2 മാസത്തിനുള്ളിൽ, സമയ ചുരുക്കത്തോട് 2 മാസത്തിനുള്ളിൽ UK എത്തിച്ചേരാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഒരു 2.5 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് UK ചെല്ലാൻ സാധിച്ചു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു വീട് വേണമായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒത്തിരി വീടുകൾ കണ്ടു, പക്ഷേ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു മാതാവിനോട്, ഈശോയോടും. അങ്ങനെ ഞങ്ങൾ ഒരു 10-20 വീട് കണ്ടതിന് ശേഷം ഞങ്ങളാണെങ്കിൽ ഒരു വീട് കാണാൻ പോയപ്പോൾ കൊച്ചിന് സ്കൂളിൻ്റെ അടുത്തുള്ള ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹം ആ വീട് വേണമെന്ന്. അപ്പം ഞങ്ങളാണെങ്കിൽ ആ വീട് കണ്ടപ്പം ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ആ വീടിൻ്റെ ഒരു മൂലയിൽ ഉപ്പിട്ടു. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞു ഒരു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കൊന്തി ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം മാതാവിൻ്റെ അഭിഷേകം ഉണ്ടായതിന് ശേഷം ആണ് ഞങ്ങൾക്ക് പെട്ടെന്ന് മെയിൽ വന്നു, ഞങ്ങൾക്ക് ആ വീട് റെഡി ആയിട്ടുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് ആ വീട് ലഭിച്ചു. പിന്നെ അതിന് ശേഷം ഞങ്ങൾക്ക് അടുത്തത് വേണ്ട, ഞങ്ങൾക്കൊരു കാറായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു, കാരണം സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒത്തിരി പാടായിരുന്നു കൊച്ചിന്. അപ്പോൾ ഞങ്ങൾ കാറിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾ പല കാറുകൾ കണ്ടു, പക്ഷെ ഞങ്ങൾക്ക് ഒരു കാറ് ഇഷ്ടപ്പെട്ടു. അതിന് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചപ്പോൾ അത് സിൽവർ ഗ്രേ കളറുള്ള കാറായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിന് നമ്പർ 7 എന്നുള്ളൊരു അക്കം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കത് ലഭിച്ചു. അതിന് ശേഷമാണെങ്കിൽ ഞാനൊരു നേഴ്സാണ് നാട്ടിൽ. എനിക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് CBT സ്കീം വളരെ മനോഹരമായിട്ട് എനിക്കൊരു മെറിറ്റും ഇല്ലായിരുന്നു. മാതാവിൻ്റെ ഗ്രേസിൽ എനിക്ക് പാസ്സാകാൻ വേണ്ടി സാധിച്ചു. കാരണം അന്ന് പോകുന്ന പരീക്ഷയുടെ സമയത്ത് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ തൈലവും നെറ്റി പുരട്ടുകയും കാശ് രൂപയും കൊണ്ടുപോയിരുന്നു. പിന്നെ അതുപോലെ പോകുന്ന വഴികളിലെല്ലാം എനിക്ക് മഴവില്ലിൻ്റെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് മെഴുകുതിരിയിൽ ഹാർട്ടിൻ്റെ രൂപത്തിലും റോസാപ്പൂവിൻ്റെയും കുരിശിൻ്റെ രൂപമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കൊടുക്കുക, അവൾക്കൊരു ഡിവൈൻ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഹലോ, എൻ്റെ പേര് എലീസ. ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് കിട്ടിയ ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ രാവിലെ എണീറ്റു. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ അമ്മേന്ന് പറഞ്ഞു. അമ്മേന്ന് പറഞ്ഞപ്പം നമുക്ക് വീട്ടിലൊരു വലിയൊരു ഫോട്ടോ ഉണ്ടായിരുന്നു, അമ്മ മാതാവിൻ്റെ. അപ്പം ആ ഫോട്ടോയിൽ നോക്കി അമ്മേന്ന് പറഞ്ഞപ്പം ആ ഫോട്ടോൻ്റെ സൗണ്ടൊന്നും ഉണ്ടാക്കിയില്ല, പക്ഷെ ചുണ്ടനങ്ങി. എങ്കിലും അപ്പം അതൊരു വലിയൊരു ഡിവൈൻ എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നുന്നു. നല്ലൊരു ബ്ലെസ്സിങ് ആയിരുന്നു. അമ്മ മാതാവിന് ഈശോയെ നന്ദി. ഞങ്ങൾക്ക് ഒത്തിരി, അതുകൂടാതെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ പത്രങ്ങൾ വിതരണം ചെയ്യുകയും, സ്പെഷ്യലി ആണെങ്കിൽ പ്രാർത്ഥിച്ച് ഇംഗ്ലീഷ് പത്രങ്ങൾ, ഇംഗ്ലീഷിലുള്ള ആൾക്കാർക്ക് എല്ലാം എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കുവാനും, പിന്നെ മലയാളം പത്രങ്ങളിലാണെങ്കിൽ പള്ളികളിൽ വിതരണം ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും കുടുംബ പ്രാർത്ഥനയിൽ കൂടുതൽ കുടുംബ പ്രാർത്ഥന ഞങ്ങൾക്ക് ഒന്നിച്ച് ചെല്ലുവാനും സാധിച്ചിട്ടുണ്ട്.
പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്കാണെങ്കിൽ ഫുഡ് ബാങ്കിലാണ് ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് എത്തിച്ചേരുവാനും സാധിച്ചു. പിന്നെ അതുപോലെ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. കാരണം അമ്മ മാതാവ് ഈശോയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലെന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി വളരെയധികം സഹായിച്ചു. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 3-ാം അധ്യായം 17-ാം തിരുവചനം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റേതായിരിക്കും. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും. പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്തത് നമ്മെ രക്ഷിക്കാനാണ്. ആ നിത്യത എന്ന പ്രോസസ്സിലേക്കാണ് നമ്മുടെ ഈ ഉടമ്പടി പ്രാർത്ഥന നമ്മെ നയിക്കുന്നത്. ദിവ്യ എന്ന മകൾ ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടൊപ്പം വന്ന് ഇവരുടെ വലിയ ജീവിത സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറയുന്നത്. ഇവരുടെ ജീവിത പ്രതിസന്ധികളിലെ ഏറ്റവും വലിയ ഒരു അവസ്ഥയായിരുന്നു ഇവർക്ക് കുവൈറ്റിലായിരുന്ന ഹസ്ബൻഡിനോടുകൂടെ ഒന്നിച്ച് കുഞ്ഞിനോടൊപ്പം താമസിക്കുവാനും ജീവിക്കാനും പറ്റാതിരുന്നൊരവസ്ഥയിൽ അദ്ദേഹം IELTS പാസ്സായി പരീക്ഷ എഴുതി അതിൽ വിജയിക്കുവാനും ഇവിടെയുണ്ടായിരുന്ന ഇവർ ഉടമ്പടി എടുത്തപ്പോഴുള്ള നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് വളരെ വിശ്വസ്തതാപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ച് അവർക്ക് ഇന്ന് ഒന്നിച്ച് ജീവിക്കാനായുള്ള ഒരു വലിയ സാധ്യത ഈശോയിൽ നിന്ന് അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സാക്ഷ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും പരിശുദ്ധ അമ്മ അവരോട് സംസാരിക്കുന്നതും പരിശുദ്ധ അമ്മയുടെ സാമീപ്യമായ സുഗന്ധാഭിഷേകം അവർക്ക് ലഭിച്ചു എന്ന് പറയുന്നു. ഓരോ അവസരത്തിലും ഓരോ സങ്കടാവസ്ഥയിലും പരിശുദ്ധ അമ്മ കൃത്യമായി അത് മനസ്സിലാക്കി കൊടുക്കുന്ന അടയാളങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ദിവ്യ പരീക്ഷ എഴുതുന്ന സമയത്ത് CBTയിലായാലും OICയിലായാലും അത് പാസ്സാകാനുള്ള ഒരു സാധ്യത അവർക്ക് നൽകിയത് ഇതൊന്നും എൻ്റെ മെറിറ്റല്ല, എനിക്കിത് സാധ്യമല്ല എന്ന് ഏറ്റുപറയുമ്പോൾ നമ്മുടെ മെറിറ്റ് 0 ആകുമ്പോഴാണ് നമ്മൾ കൃപ നിറയുന്നതും നമ്മുടെ ജീവിത വിജയം ഉണ്ടാകുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എലീസ എന്ന ഈ കുഞ്ഞുമകളുടെ ഒരു വലിയ പരിശുദ്ധ അമ്മയുടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ആ മകൾ പറയുന്നുണ്ട്. മകൾ പറയുകയായിരുന്നു, അവൾ സംസാരിച്ചപ്പോൾ വളരെ സോഫ്റ്റ് സ്പീക്കിംഗ് ആയതുകൊണ്ടായിരിക്കാം അത് ക്ലിയർ ആയോ എന്ന് അറിഞ്ഞുകൂടാ. ഒരു ദിവസം ഇവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഇവൾ അമ്മേ എന്നാണ് പരിശുദ്ധ അമ്മയെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിൽ നിന്ന് കൃപാസന അമ്മയുടെ ചിത്രം പുഞ്ചിരിച്ചുകൊണ്ട് അമ്മേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക എന്നൊരു സ്വരം ചുണ്ടനങ്ങിക്കൊണ്ടാണ് സന്ദേശം ഈ മകൾക്ക് ലഭിച്ചത്. കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ കുഞ്ഞുങ്ങളെ എടുത്ത് പൊക്കിക്കൊണ്ടാണ് പറഞ്ഞത്, ഫോർ സച്ച് ഈസ് ദ കിങ്ഡം ഓഫ് ഹെവൻ. ഈ കുഞ്ഞുങ്ങളെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം എന്ന് ഈശോ പറയുന്നുണ്ട്. അഷ്ടഭാഗ്യങ്ങളിൽ ഈശോ പറയുന്നത് പോലെ ബ്ലെസ്സഡ് ആർ ദ പ്യുവർ ഇൻ ഹാർട്ട്, അവർക്കാണ് ഹൃദയ നൈർമല്യമുള്ളവർക്കാണ് സൗഭാഗ്യം, അവർ ദൈവത്തെ കാണും എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ ഹൃദയ നൈർമല്യത്തോടു കൂടി നാം ഈശോയെ സമീപിക്കുമ്പോൾ നമുക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം വരുന്നു. നമ്മുടെ വീട്, വിവാഹം, കുഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക നേട്ടങ്ങളെക്കാൾ അപ്പുറത്ത് ഈശോയെ കണ്ടെത്തുവാനും ഈശോയെ സ്നേഹിക്കുവാനും അനുഭവിക്കുവാനും സാധിക്കുക എന്നുള്ള വലിയ ആത്മീയ അനുഭവമാണ് നമുക്ക് ഏറ്റവും അധികമായി ഉണ്ടാകേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദിവ്യയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കും അഭിഷേകത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.